ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പുതിയ അന്തരീക്ഷത്തിലാട്ടാ. ഞങ്ങളിന്ന് വേറെ റൂമിലാണ് എടുത്തിരിക്കണേ. ഈ റൂമാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. മറ്റേത് ഇത് ഇത്തിരി ബാക്കിലോട്ടാണ് ഈ റൂം. അപ്പോൾ പകലൊന്നും അന്തൂരിവിടെ കിടത്തിലൂടെ ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ പിന്നിൽ ഒരു വീടും കഴിഞ്ഞ് പിന്നെ റെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ചൂടാണ് ഈ റൂമിൽ AC രണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വേറെ റൂമിലാണ്, വേറെ അന്തരീക്ഷത്തിലാണ്. ചക്കരക്കുട്ടി കുഞ്ഞ് ഓട്സൊക്കെ കഴിച്ചിട്ട് ഇത്തിരി വീഡിയോ എടുക്കാൻ ലേറ്റായി. ഞങ്ങളൊരു വീഡിയോ എടുത്തു ഞങ്ങൾ ആദ്യം. എന്തോ കിട്ടിയില്ല, അപ്പം അത് പോയി. രണ്ടാമത്തെ വീഡിയോ എടുത്തത് ശരിയായില്ലേ, ഞങ്ങളൊന്ന് പെണ്ണങ്ങി. ഇവൻ ബേബിയാന്ന്. ഞാൻ പറയാം, നിന്നെ ഇപ്പൊ കല്യാണം കഴിച്ച് ഞാൻ നിനക്കൊരു ബേബി ഉണ്ടാവും പറയും. കുരുണ്ടല്ലോ ഇവിടെ, അതിപ്പോ കുരുന്നല്ല ഇത്, നെറ്റിൻ്റെ അവിടെ ഒരു പിരിയത്തിൻ്റെ അവിടെ ഒരു കുരു ഇവിടെ അതിനുണ്ടടാ. എൻ്റെ കുട്ട, ഞാനിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചൂടായി എന്താ പറയുക, അവരുടെ അടുത്ത് പണിയാൻ ഞാൻ പറയും, എൻ്റെ കാലം കഴിഞ്ഞ് നീ എന്താ കണ്ടേനെ പൊന്നൂസ് നോക്കി. അടുത്ത് മരണമില്ല, ചിരഞ്ജീവി കേട്ടാ. ഇപ്പം തന്നെ ഇവനെടുത്തിട്ട് ബാക്ക് പെയിൻ, കാലുവേദന, കൈവേദനയൊക്കെയുള്ള ഞാനാണ്. ഇപ്പം ഞാൻ ചിരഞ്ജീവിയും കൂടിയാണ്. ദൈവമേ, 121 വയസ്സ് വരെ ജീവിക്കും, എന്നിട്ട് മരിക്കും. എന്തിനാണോ എന്താ നേരം കാലം കിടന്നിട്ട് 121 ആരോഗ്യത്തോടെ 121 വയസ്സ് വരെ ഞാൻ ജീവിക്കാൻ. ഗിന്നസ് ബുക്കിൽ വേറെ കയറിയുണ്ടാവും. പക്ഷെ ഇതേ ആരോഗ്യത്തോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് അത്ഭുതങ്ങളൊക്കെ വരുന്നതാ, അത്ഭുതങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. ഒരു ബുക്കാണ്, ചരിത്രം സൃഷ്ടിക്കുന്നവര്. ഈ ആരോഗ്യത്തോട് 121 വയസ്സിൽ ജീവിക്കണമെങ്കിൽ കയറാതിരിക്കില്ലല്ലോ. എൻ്റെ പൊന്നൂസെ, നമ്മളെ ആഗ്രഹിക്കാം, പക്ഷെ ഇത്ര അധികം ആഗ്രഹിക്കരുത്. 121 വയസ്സ് ജീവിക്കാൻ കഷ്ടം. എന്തായാലും മരണത്തിന്റെ കാര്യക്കാട് വീട്ടിൽ നമ്മൾ അതൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. മരണത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച പിന്നെ ഞാൻ ഉണ്ണില്ല, ഉറങ്ങില്ല, കിടക്കില്ല. അങ്ങനെ എന്ത് സ്വപ്നണ്ടേ? അയ്യോ, തമിഴ്നാട്ടിൽ തിരുവാതിരക്കളി. ഞങ്ങള് ഇവിടെ മൂകാംബിയയിൽ തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മൂകാംബിയയിൽ തിരുവാതിരക്കളി കളിക്കാൻ പോയപ്പോഴാണ് അന്തൂരിന് എക്സാം മിസ്സായത്. ആ എക്സാമിന് ഇപ്പൊ മാർച്ചിലേക്ക് എൻ്റെ റിസൾട്ട് ഒന്ന് പാസ്സായിട്ടാ. ഞാൻ എന്താ അത് അത്ര കാര്യമായിട്ട് പറയാത്ത, അവൻ്റെ റിസൾട്ടിന് കുറച്ച് മാർക്ക് കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര ഉണ്ടാവും. അപ്പോൾ ആ യാത്ര പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിടും. പിന്നെ അതുകൂടാതെ അപ്പോൾ അവന് മാർക്ക് കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാ മാർക്ക് ലിസ്റ്റും കാണിക്കാം, ഡിഗ്രിയുടെ. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കളിക്കാൻ വരുന്നുണ്ട് ഒക്ടോബറിൽ. നമ്മുടെ പൂജപ്പിൻ്റെ സമയത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അന്ന് തന്നെ വൈകിട്ട്, അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെയും അന്ന് തന്നെ വൈകിട്ട് ആറ്റുകാലം കളിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഈശ്വരാനുഗ്രഹം, നമ്മൾ വന്ന് കളിക്കണമെങ്കിൽ അവിടുത്തെ ഭഗവാന്റെയും ഭഗവതിമാരുടെയും അനുഗ്രഹം തന്നെ വേണം. എവിടെ പോവാണെങ്കിലും തിരുപ്പതി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കളിക്കാൻ? എൻ്റെ പൊന്നു, തമിഴ്നാട്ടിൽ തിരുവാതിര വെളുപ്പിനേണ്ടതാ. തമിഴ്നാട്ടിൽ ഇപ്പം ആരും പരിചയക്കാരൊന്നും ഇല്ല വിളിക്കാനായിട്ട്. അതായത് ഞാൻ ലൈവായിട്ട് കണ്ടു സ്വപ്നത്തിൽ. തമിഴ് സ്റ്റേജ് ഒരു അമ്പലത്തില്ല, വലിയൊരു അമ്പലം. അവിടെ തമിഴ് അനൗൺസ്മെന്റ് ചെയ്യണം. വലിയൊരു NSS ടീം വന്നാച്ച് കളിക്കാൻ വന്നാച്ച്. വലിയൊരു NSS ടീം കളിക്കാൻ വന്നാച്ച്. ഇത് എവിടെ നിന്ന് കിട്ടി തമിഴ്? തമിഴ് നീയും. അതെ, നമ്മ കസാരി ഇരുത്തി കഴിക്കാൻ പോയി. കൈലാദാസനവരെ പിന്നെ വീഴ്ച ഉറപ്പാ. കയ്യിലാത്ത കസാര കയ്യിലാത്ത കസാര ഉദ്ദേശിച്ച് മനസ്സിലായി. നമുക്കിങ്ങനെ പിടുത്തുണ്ടാവും രണ്ട് സൈഡിൽ. അതില്ലാത്ത കസാര, അതിൽ ഇവന് ഇരിക്കാൻ പറ്റില്ല, അവൻ വീഴും. കസാര ഇവനും കൂടി പറയുന്ന കയ്യെ മറ്റേ കയ്യിലുള്ള കസാര എന്ന് പറയുന്നത് ഈ രണ്ട് പിടുത്തുള്ള കസാര മാത്രമേ അതന്നെ. നല്ല ചുമ. എനിക്ക് കുറച്ച് സൈഡ് കോൾഡ് വരുന്നില്ല, തൊണ്ടവേദന വന്നു, അത് തന്നെ മാറി. ഞാൻ ഉപ്പുവെള്ളം കറകളിതു. അത് കഴിഞ്ഞ് 2 ദിവസം അങ്ങനെ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട്. ഇന്നേക്കൊരു കുറവായിട്ടുണ്ട്. ഇപ്പം ഇത് മൂക്കിനകത്ത് ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ ഒരു കോൾഡ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. നാക്കൊക്കെ വെട്ടി ഞാൻ നല്ല ചക്കരയുടെ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ അല്ലേ? ഇനി അടുത്ത നാളെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് വരാൻ ഞങ്ങൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഇത് ഈ അമ്മയും മോൻ്റെയും ഈ മോൻ്റെ കുസൃതിയും ഈ കുസൃതി കൊടുക്കട അമ്മയെ എൻ്റെ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. എൻ്റെ ചക്കരക്കുട്ടി മാത്രമാണ് എൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റ്. നമ്മുടെ മുത്ത്, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കുട്ടി ചക്കര മുത്ത്.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എൻ്റെ ചെയ്യാണ്. ബൈ. ബൈ.